ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇപ്രാവശ്യത്തെ ചിട്ടിപ്പാട്ടയിൽ ശ്രീയാണ്ടൻ വന്നിരുന്നു. എല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു തുടങ്ങി. നമ്മളവിടെ എത്തി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വേണ്ടുന്നതെല്ലാം ഓർഡർ ചെയ്തു. എല്ലാവരും എത്താൻ കാത്തുന്നില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ ഓർഡർ കൊടുത്തു തുടങ്ങി. അപ്പോൾ ആൾക്കാർ എത്തുന്നതിന് കണക്കായിട്ട് നമ്മൾ അവരോട് ചോദിച്ചു, നമ്മൾ ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കും കൂടി ഓർഡർ ചെയ്യട്ടെ എന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ചിട്ടി പാർട്ടിയൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയെല്ലാം കാണുന്നത്, ഞാനെല്ലാം അങ്ങനെ കാണുന്നത് മനസ്സിലാക്കി അങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ എന്നാൽ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ മഞ്ചൂരിയനാണ് ഓർഡർ ചെയ്തത്. പിന്നെ നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജ് ക്രിസ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. വെജ് ക്രിസ്പി എന്ന പേരെ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചെയ്തത് വെജ് ക്രിസ്പിയുടെ വീഡിയോ ഞാൻ എടുത്തില്ലേ, ഈ കോണ് ക്രിസ്പി കോൺ എന്ന് പറയാം. അത് അവരോട് പറഞ്ഞു ഒരുപാട് ഉപ്പിടാൻ പാടില്ല, നല്ല ക്രിസ്പി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ കൊണ്ടു തന്നു. പിന്നെ പാസ്ത, ഈ റെഡ് പാസ്ത എന്നിട്ട് അത് കണ്ണൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് കണ്ണന് റെഡ് പാസ്ത വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. അതെല്ലാവരും ടേസ്റ്റ് എല്ലാം വാങ്ങുന്ന എല്ലാവരും ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്ന ആൾ 7 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വരുന്നതാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. ഉത്തരാണ്ട് തന്നെയാണ്, എന്നാലും ഒത്തിരി ദൂരമുണ്ട്. ഉത്തരാണ്ട് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. ഇനി യു പിയിലാണോ ആരെങ്കിലും അറിയുന്നവരെന്ന് പറഞ്ഞു കേട്ടാ. അപ്പോൾ ജോർജ് ഏട്ടൻ വന്നു, നോബിളേട്ടൻ വന്നു, ഷെറി ചേച്ചി വന്നു. ഇവർ ആണ് ഏറ്റവും ദൂരെ നിന്ന് വരുന്നവർ ഇവർ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഷീല ചേച്ചിയുണ്ട്. ഷീല ചേച്ചിയൊന്നും ഇപ്രാവശ്യം വന്നില്ല. പിന്നെ ഒരുപാട് പിന്നെ ആൾക്കാരുണ്ട്. ഗീതേച്ചി, അങ്ങനെ കുറേ ആൾ. നമ്മൾ 22 ആളില്ലതാണ്. അതിൽ ഇപ്പം 11 പേരുണ്ട് ഈ ഗ്രൂപ്പിൽ. ഇപ്പോൾ ഇന്ന് വന്നത് 11 പേരുണ്ട്. 11 പേരിൽ ഞങ്ങളതിപ്പോൾ കണ്ണനെ കൂട്ടിയില്ലേ. അപ്പോൾ കണ്ണനൊന്നും ചിട്ടിയിലില്ലതല്ലല്ലോ. അപ്പോൾ അല്ലാണ്ട് അങ്ങനെയും വരാം. നമുക്ക് ഫാമിലി ആയിട്ട് തന്നെയാണ് എല്ലാവരോടും വരാൻ പറയുന്നത്. പക്ഷേങ്കിൽ പല കാരണങ്ങളിൽ എല്ലാവർക്കും വരാൻ പറ്റാത്തവർ മാക്സിമം ആർക്കൊക്കെ വരാൻ പറ്റുമോ അവരൊക്കെ വരുന്നത് അങ്ങനെ. അപ്പോൾ ഞാനത് എല്ലാ ചിട്ടി പാർട്ടീൻ്റെയും മിക്കവാറും ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ശ്രീയേട്ടന് ലീവ് കിട്ടിയോണ്ട് ശ്രീയേട്ടനുണ്ടായി. അപ്പോൾ നോവലേട്ടന് ശ്രീയേട്ടന് രണ്ടാമതാണ് ഇത് കാണുന്നത്. മലയാളികൾ ആണെങ്കിലും ദൂരെയല്ലേ താമസം. അപ്പോൾ ഇങ്ങനെയില്ല ഇതുണ്ടാകുമ്പോൾ ഒരു മാസത്തിൽ ഒരു തവണ ഒത്തുകൂടാനും വർത്തമാനം പറയാനും ചിരിക്കാനുള്ള അവസരം പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. അല്ലെങ്കിൽ 7 മണിക്കൂറൊക്കെ അവർ യാത്ര ചെയ്ത് വരുന്നത് ഈ സ്നേഹം എന്ന് മാത്രം ഇല്ല ഒരു ഇതുകൊണ്ടല്ലേ, നമ്മളെ ഒത്തുകൂടുന്നതിൻ്റെ ആ ഒരു സന്തോഷവും ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയല്ലേ അവരെല്ലാം അത്രയും ദൂരത്തുനിന്ന് വരുന്നത്. അപ്പോൾ പാസ്ത ഗീതച്ചി നോൺ വെജ് കഴിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വെജല്ലേ കഴിക്കുന്നത്, കുറച്ചേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുപാട് വെവ്വേറെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് എല്ലാം നമ്മൾ കുറച്ച് കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റും തോന്നും. പിന്നെ എല്ലാത്തിൻ്റെയും ടേസ്റ്റും നമുക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതെന്നു പറയാം വെജ് ബിരിയാണിയാണ്. വെജ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇവിടെ ഞങ്ങൾ പോയ ഹോട്ടലിൽ വെജ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വെജ് പുലാവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് തോന്നുന്നു. എനിക്കെപ്പോഴും ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് അതെനിക്കിഷ്ടമാണ്. ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസാണ് എൻ്റെ ഫേവറേറ്റ്. അത് പക്ഷേങ്കിൽ പല ടേസ്റ്റിലാണ് ഉണ്ടാവുന്നത്. ഞാൻ കഴിച്ചത് ഒരുപാട് വേറെ ടേസ്റ്റിലാണ്. അപ്പോൾ നമ്മളാദ്യം ടേബിളൊക്കെ അറേഞ്ച് ചെയ്തത് കുറച്ച് അങ്ങോട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഭാഗം സോഫയും ഒരു ഭാഗം ചെയറുള്ള സ്ഥലത്തോട്ട് അവർ മാറ്റി അറേഞ്ച് ഭംഗിയായി ചെയ്ത് തന്നു അങ്ങനെ. അപ്പം നമ്മൾ നിറക്കെടുക്കുന്നതിലുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഈ വീഡിയോയിലിട്ടില്ല. 2 ഗ്രൂപ്പാണ്, പിന്നെ ലേഡീസ് ഗ്രൂപ്പും ജെൻസ് ഗ്രൂപ്പും. അതിൽ രണ്ടാൾക്കും ഓരോരാൾക്കും പിന്നെ ഓരോ മാസത്തിൽ ജെൻസിലൊരാൾക്ക് നിറക്ക് വീഴും, ലേഡീസിലൊരാൾക്ക് വീഴും, അങ്ങനെയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ പാർട്ടി ഞങ്ങളുടെ വകയായിരുന്നു. ഞങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ ജെൻസിൽ ശ്രീയേട്ടനാണ് ഉള്ളത്, ലേഡീസിൽ വന്നത് സൂസൻ ചേച്ചിയാണ്. അപ്പോൾ സൂസൻ ചേച്ചിയും ഞങ്ങൾ 2 പേരും കൂടിയാണ് പാർട്ടി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് കേട്ടോ. എങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് എന്നല്ല, ഇത് മൂന്നാമത്തെ ചിട്ടിയാണ് ഞങ്ങളെ. അപ്പോൾ ഇത് മിൻറ്റ് മോഹിതോ
പിന്നെ അത് ലെമൺ മൊഹിത്തോ. ആ അങ്ങനെ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് എനിക്ക് ഞാൻ ചായയും കോഫിയൊന്നും ഇവിടെ വന്നാൽ കഴിക്കില്ല. എനിക്ക് എൻ്റെ ചായയും കോഫി തന്നെയാണ് ഇഷ്ടം. ഇതൊന്നും ഈ ഒരു ഫ്ലേവറിൽ ഉണ്ടാക്കൽ കുറച്ച് പണിയായതുകൊണ്ട് ഞാനതൊന്നും ഉണ്ടാക്കില്ല. അവിടെ പോയിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പിന്നെ ഇവരെല്ലാവരും കൂടി എത്ര ആൾക്കാരെ വന്ന് അവർ ഫോട്ടോ എടുത്തു. പിന്നെ ഇവിടെ ഒരു സ്പോട്ടും ഉണ്ട് ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഹസൽ ബ്രൂ എന്നാണ്. അപ്പോൾ അതിൻ്റെ പേര് എഴുതിയിട്ട് താഴെ ഒരു ഇതായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് മുന്നേ എൻ്റെ പാർട്ടി ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ശരിക്കും വേറൊരു മസാല ടൗൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് മസാല ടൗൺ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് മാറ്റേണ്ടി വന്നു. ഇത് കണ്ടത് ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. ഹസൽ ബ്രൂ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഇത് മുകളിലാണ് കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച താഴെയാണ്, ഇത് ഏറ്റവും മേലെയാണ്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു പിക്നിക്കിന് പോയ പോലെ തന്നെ അങ്ങനെ പോയി. അപ്പോൾ മേലെ നല്ലതുണ്ട്. ഇപ്പം പിന്നെ ചെറിയ ചൂടുള്ളതുകൊണ്ട് നമുക്കിട്ട് തണുപ്പ് തുടങ്ങിയാൽ ഇതുപോലെയുള്ള സ്ഥലത്ത് നല്ല രസമായിരിക്കും. അങ്ങനെ ഇനി ഇവിടെ തന്നെ അവർ വേറെ ഒരു റൂമും കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ പാർട്ടി അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടുണ്ട്. ഭക്ഷണം എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ്. രുദ്രപ്പൂരില്ലവർ ഒക്കെ പോവാൻ ധൈര്യത്തിൽ പോകാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് ഹസൽ ബ്രൂ. പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. നമ്മളൊന്നും പ്രൊമോഷൻ ചെയ്യാൻ ആരുമല്ല. പക്ഷേ അത് നമ്മൾ കാര്യം പറയണമല്ലോ. ഭക്ഷണം കഴിച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ചാൽ നന്നായിനോ അല്ലയോ ഒക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ മേലെയും വന്ന് ഇപ്പം പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ഫോട്ടോ എടുക്കലാണല്ലോ എല്ലാവരും ക്രേസ്. അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നല്ലൊരു ഞായറാഴ്ച കഴിഞ്ഞു. ഇവർ പോകാൻ ഇറങ്ങുമെന്ന് അവർക്ക് ഒത്തിരി ദൂരം പോകേണ്ടതാണ്. പിന്നെ നമുക്ക് ഈ പ്രാവശ്യം ചേച്ചീനെ ഒരുപാട് മിസ് ചെയ്യുന്നു. എല്ലാം നമ്മളെ പാർട്ടിയിലും നമ്മൾ മെയിനാൾ നമ്മൾ ഗ്രൂപ്പ് ലീഡർ എന്ന് പറയുന്നത് ഒരു മനോഹരി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചീനെ ഇപ്രാവശ്യം മിസ് ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് ചേട്ടൻ്റെ ഇപ്രാവശ്യം വരാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് വരാത്തവരെല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മളോടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് കൂടുതൽ ചേച്ചീനെ മിസ് ചെയ്യുന്നത്. ഇതാ ഞാൻ പറഞ്ഞ ബർത്ത്ഡേ പാർട്ടീൻ്റെ റൂം. ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ട് ഇവിടുന്ന് നമുക്കൊരു കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ റൂം അവിടെ. അങ്ങനെയൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചത്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നത് മസാല ടൗൺ എന്നിട്ട് ഇത് അതായിരുന്നു. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഫാമിലിയായിട്ട് ഇല്ലവരെ അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നിട്ട് അങ്ങനെ എടുത്തു. പിന്നെ ആണുങ്ങളൊക്കെ നിന്ന് ഇങ്ങനെ എടുത്തു. ഇങ്ങനെയാണ് നമ്മളെപ്പോഴും എല്ലാ മാസവും വേറെ നല്ല ഭംഗിയില്ല ഹോട്ടലിലെല്ലാം പോയി പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ് സന്തോഷിച്ച് പിരിയും. ഓക്കെ, താങ്ക് യു.